നമസ്കാരം. കേരള നവോത്ഥാന നായകർ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ പിന്നണിയിൽ കാണുന്നത് പോലെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അതെ കേരള നവോത്ഥാന നായകരിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ് മന്നത്ത് പത്മനാഭൻ. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, ഒരു വ്യക്തി എന്ന നിലയ്ക്കും ഒരു സാമൂഹിക നവോത്ഥാന നായകൻ എന്നുള്ള നിലയ്ക്കും ഒക്കെ തന്നെ കേരള നവോത്ഥാന മേഖലയിൽ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിത്വം കൂടിയാണ് മന്നത്ത് പത്മനാഭൻ. സോ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നു. അതിൻ്റെ കാലഘട്ടം, അതിൻ്റെ ജീവിത കാലഘട്ടം 1878 മുതൽ 1970 വരെയാണ്. പ്രധാനമായിട്ട് ഓർത്തിരിക്കുക, അതിൻ്റെ ജീവിത കാലഘട്ടം 1878 മുതൽ 1970 വരെയാണ്. സോ നമുക്ക് നോക്കാം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏർലി ലൈഫ് ആൻഡ് എഡ്യൂക്കേഷൻ പോയിന്റ്സ്. നമ്പർ 1, അദ്ദേഹം ജനിച്ചത് 1878 2 ജാനുവരിയിലാണ്. 1878 ജനുവരി 2 അദ്ദേഹം ജനിക്കുന്നത്. 1878 ജനുവരി 2 അല്ലെങ്കിൽ 2 ജാനുവരി 1878. എവിടെയാണ് ജനിച്ചത്? പെരുന്ന എന്ന് പറയുന്ന സ്ഥലം ചങ്ങനാശ്ശേരിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കോട്ടയം ഡിസ്ട്രിക്റ്റ് ആണ്, അന്നത് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, ഇന്നത്തെ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്ക് അടുത്തുള്ള പെരുന്ന എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അത് പണ്ട് കാലത്ത് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു. ജനിച്ച ഡേറ്റ് ഒരിക്കൽ കൂടി 1878 ജനുവരി 2 അദ്ദേഹം ജനിക്കുന്നത്. അതിന്റെ പാരന്റ്സ് നമുക്ക് നോക്കാം. ഈശ്വരൻ നമ്പൂതിരി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഈശ്വരൻ നമ്പൂതിരി അച്ഛന്റെ പേര്, അമ്മയുടെ പേര് മന്നത്ത് പാർവതി അമ്മ. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക, അപ്പോൾ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന പേര് അമ്മയുടെ പേരുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് കൺഫേം ആയി അല്ലേ? അപ്പോൾ ഓർത്തിരിക്കുക, അച്ഛന്റെ പേര് ഈശ്വരൻ നമ്പൂതിരി, അമ്മയുടെ പേര് മന്നത്ത് പാർവതി അമ്മ. മന്നത്ത് പാർവതി അമ്മ. ക്ലിയർ ആണ്? ഡൗട്ടില്ലല്ലോ? ശരി. അപ്പോൾ ഒരിക്കൽ കൂടി അദ്ദേഹം ജനിച്ച ഡേറ്റ് എന്ന് പറഞ്ഞേ 1878 ജനുവരി 2. അച്ഛന്റെ പേര് ഈശ്വരൻ നമ്പൂതിരി, അമ്മയുടെ പേര് പാർവതിയമ്മ, മന്നത്ത് പാർവതിയമ്മ. എവിടെയാണ് ജനിച്ചത്? പെരുന്ന, ചങ്ങനാശ്ശേരി. ഇന്നത്തെ ഏത് ഡിസ്ട്രിക്റ്റ് ആണ്? കോട്ടയം ഡിസ്ട്രിക്റ്റ്. Started his career as a teacher in government primary school in 1893. അപ്പോൾ നമ്മൾ കേരള നവോത്ഥാന നായകരിൽ അധ്യാപകരായിരുന്ന ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഒരു വ്യക്തി തന്നെയാണ് മന്നത്ത് പത്മനാഭൻ. അതിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഒരു അധ്യാപകനായിട്ടാണ്. ഇവിടെ ഒരു ഗവൺമെന്റ് പ്രൈമറി സ്കൂളിലെ ഒരു അധ്യാപകനായിട്ട് 1893 അദ്ദേഹത്തിൻ്റെ കരിയർ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നു. Later he became the headmaster of Government UP School North Mazhavannur. നോർത്ത് മഴുവന്നൂർ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് UP സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിട്ട് അദ്ദേഹം മാറി. അപ്പോൾ ഏത് സ്കൂളിലാണ് അദ്ദേഹം ഹെഡ് മാസ്റ്റർ ആയിരുന്നത്? നോർത്ത് മഴുവന്നൂർ ഗവൺമെന്റ് UP സ്കൂളിലാണ്. In 1905, he switched to law and started practicing in the magistrate courts. പ്രത്യേകം ഓർത്തിരിക്കുക, അദ്ദേഹം 1905 ആയപ്പോഴേക്കും അദ്ദേഹം നിയമം എന്ന് പറയുന്ന വിഷയത്തിലേക്ക് അദ്ദേഹം മാറുകയാണ്. ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് മാറുന്നു. തുടർന്ന് അത് പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും തുടങ്ങുന്നു മജിസ്ട്രേറ്റ് കോർട്ടുകളിൽ. അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് കടക്കാം നമുക്ക്. നായർ സർവീസ് സൊസൈറ്റി, മൈൽ സ്റ്റോൺ ഇൻ കേരള സോഷ്യൽ റിഫോം. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാന മുന്നേറ്റങ്ങളിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഓർഗനൈസേഷൻസിലൊന്നാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ മന്നത്ത് പത്മനാഭൻ അവർകളാണ്. സോ മന്നത്ത് പത്മനാഭനും അദ്ദേഹത്തിന് നേതൃത്വത്തിലുള്ള ഒരു സംഘവുമാണ് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ വിവരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ he founded the Nair Service Society on 31st October 1914. പ്രത്യേകം ഓർത്തിരിക്കൂ, 1914 ഒക്ടോബർ 31 നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഏത് സംഘടനയുടെ മാതൃകയിലാണ് നായർ സർവീസ് സൊസൈറ്റി കേരളത്തിൽ രൂപീകരിച്ചെന്ന് ചോദിച്ചാൽ ഉത്തരം സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. പ്രത്യേകം ശ്രദ്ധിക്കൂ, ഇന്ത്യയുടെ നവോത്ഥാന നായകരിൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര പോരാളികളിൽ വളരെ പ്രമുഖനായ ഒരു പേരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നുള്ള നിലയ്ക്കും ഇദ്ദേഹം വളരെ ഫേമസ് ആണ്. സോ ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ചിട്ടുള്ള സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ കേരളത്തിൽ നിലവിൽ വന്ന സംഘടന എന്നൊരു ചോദ്യം വരാം. ഉത്തരം നായർ സർവീസ് സൊസൈറ്റി. എന്നാണ് നിലവിൽ വന്നത്? 1914 ഒക്ടോബർ 31. ആരാ സ്ഥാപിച്ചത്? മന്നത്ത് പത്മനാഭനാണ് സ്ഥാപിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, അത്രയും ഡീറ്റെയിൽ ചെയ്ത് തന്നെ ചോദ്യം വരാം. പ്രത്യേകം ശ്രദ്ധിക്കൂ, NSSന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പെരുന്ന, ചങ്ങനാശ്ശേരി, കോട്ടയം. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക, മന്നത്ത് പത്മനാഭന്റെ ജന്മസ്ഥലമായിട്ടുള്ള പെരുന്ന, ചങ്ങനാശ്ശേരി, കോട്ടയത്ത് തന്നെയാണ് എന്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്? NSSന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്.
അടുത്ത പോയിന്റ്, ഇനിഷ്യലി നെയ്മഡ് നായർ ഭൃത്യജന സംഘം സജസ്റ്റഡ് ബൈ കെ കണ്ണൻ നായർ. ഇപ്പൊ ശ്രദ്ധിച്ചേ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. NSS എന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യകാല പേര്, സ്ഥാപിക്കുന്ന സമയത്തെ പേര് ഒക്കെ എന്തായിരുന്നു ചോദിച്ചാൽ നായർ ഭൃത്യജന സംഘം എന്നായിരുന്നു ആദ്യത്തെ പേര്. നായർ സർവീസ് സൊസൈറ്റി എന്നായിരുന്നില്ല പേര്, നായർ ഭൃത്യജന സംഘം എന്നായിരുന്നു പേര്. ഈ പേര് അന്ന് സജസ്റ്റ് ചെയ്ത് കെ കണ്ണൻ നായർ അഥവാ കപ്പന കണ്ണൻ നായരാണ്. പ്രത്യേകം ഓർത്തിരിക്കുക, കപ്പന കണ്ണൻ നായർ എന്ന കെ കണ്ണൻ നായരാണ് എന്ത് സജസ്റ്റ് ചെയ്യുന്ന പേര്, നായർ ഭൃത്യജന സംഘം എന്ന NSSന്റെ ആദ്യകാല പേര് സജസ്റ്റ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, പിന്നീടാണ് ഇതെന്തായി മാറിയത്, നായർ സർവീസ് സൊസൈറ്റി എന്ന പേരിലേക്ക് വരുന്നത്. ആ പേര് സജസ്റ്റ് ചെയ്തത് കെ പരമപിള്ളയാണ്, കെ പരമപിള്ള. അപ്പോൾ ഓർത്തിരിക്കുക, കപ്പന കണ്ണൻ നായരാണ് എന്ത് പേര് സജസ്റ്റ് ചെയ്തത്, നായർ ഭൃത്യജന സംഘമെങ്കിൽ നായർ സർവീസ് സൊസൈറ്റി എന്ന ഇപ്പോഴത്തെ പേര് സജസ്റ്റ് ചെയ്ത് കെ പരമപിള്ളയാണ്, കെ പരമപിള്ള. പറഞ്ഞേ, NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരും ചോദിക്കുമ്പോൾ ചാടിക്കേറി മന്നത്ത് പത്മനാഭൻ എന്ന് എഴുതരുത്. കെ കേളപ്പനായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു കൂട്ടുകാരെ, കെ കേളപ്പനായിരുന്നു. ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു ആര്, യെസ് മന്നത്ത് പത്മനാഭൻ. യെസ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക ഒരിക്കൽ കൂടി. യെസ്, NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു, കെ കേളപ്പനും. ആദ്യത്തെ സെക്രട്ടറി മന്നത്ത് പത്മനാഭനും ആയിരുന്നു. ദ ഫസ്റ്റ് NSS കരയോഗം സ്റ്റാർട്ടഡ് ഇൻ തട്ടയിൽ, പത്തനംതിട്ട. വളരെ ഇമ്പോർട്ടന്റ് ഓർത്തിരിക്കുക, തട്ടയിൽ പത്തനംതിട്ട എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു NSSന്റെ ആദ്യത്തെ കരയോഗം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി, NSSന്റെ ആദ്യത്തെ കരയോഗം സ്റ്റാർട്ട് ചെയ്ത് തട്ടയിൽ, യെസ് പത്തനംതിട്ട. NSSന്റെ ജേണലാണ് സർവീസ്. അപ്പോൾ NSSന്റെ ജേണൽ, NSSന്റെ പബ്ലിക്കേഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവീസ് ആണ്. സർവീസിന്റെ സർവീസ് എന്ന് സ്റ്റാർട്ട് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ 1920, 1920 സർവീസ് എന്ന് പറയുന്ന ജേണല് ആര് സ്റ്റാർട്ട് ചെയ്തത്, NSS സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ NSS എന്നാ നിലവിൽ വന്നത് 1914 ഒക്ടോബർ 31 നിലവിൽ വരുന്നു. അവരുടെ ജേണൽ 1920 നിലവിൽ വരുന്നത്. എന്തായിരുന്നു പേര്, സർവീസ്. ആരായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്, കെ കേളപ്പൻ. ആദ്യത്തെ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ. അവരുടെ ആദ്യത്തെ കരയോഗം എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, തട്ടയിൽ, പത്തനംതിട്ട. NSS പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ NSS അവരുടേതായിട്ടുള്ള ഇൻവോൾവ്മെന്റ് നടത്തിയിട്ടുള്ള മേഖലകൾ, അവരുടേതായ സംഭാവനകൾ അവർ നൽകിയിട്ടുള്ള പ്രമുഖ മേഖലകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. റിവൈവിംഗ് കരയോഗംസ്, വില്ലേജ് സൊസൈറ്റീസ്. ഓക്കെ അല്ലേ, വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. കരയോഗങ്ങളിലൂടെ ഈ പറയുന്ന പോലെ തന്നെ ഒരു സാമൂഹിക ഐക്യം കൊണ്ടുവരാൻ അവർ പരമാവധി ശ്രമിച്ചു. ഇംപ്ലിമെന്റിംഗ് നായർ റെഗുലേഷൻ ആക്ട് വിച്ച് എൻഡഡ് മാട്രിലീനിയൽ ഇൻഹെറിറ്റൻസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, മരുമക്കത്തായം അവസാനിപ്പിച്ചുകൊണ്ടുള്ള നായർ റെഗുലേഷൻ ആക്ട് 1924-25 കാലയളവുകളിലായിട്ട് നിലവിൽ വരാൻ കാരണമായതും NSS എന്ന സംഘടന തന്നെയാണ്. ഒരിക്കൽ കൂടി, മരുമക്കത്തായം അവസാനിപ്പിച്ചുകൊണ്ട് നിലവിൽ വന്ന നായർ റെഗുലേഷൻ ആക്ടിന്റെ പിന്നിലും ആര് തന്നെയായിരുന്നു, NSS തന്നെയായിരുന്നു. റോൾ ഇൻ സോഷ്യൽ റിഫോംസ് ആൻഡ് ടെമ്പിൾ എൻട്രി മൂവ്മെന്റ്സ്. മന്നത്ത് പത്മനാഭൻ സാമൂഹിക നവോത്ഥാന മേഖലയിൽ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റുമാണ് നമ്മൾ അടുത്ത് ചർച്ച ചെയ്യുന്നത്. യെസ്, നമുക്ക് നോക്കാം. നമ്പർ 1, ലെഡ് ദ സവർണ ജാഥ അപ്പർ കാസ്റ്റ് മാർച്ച് ഡ്യൂറിംഗ് വൈക്കം സത്യാഗ്രഹ 1924 ഫ്രം വൈക്കം ടു തിരുവനന്തപുരം അണ്ടർ ദ ഡിറക്ഷൻ ഓഫ് മഹാത്മാഗാന്ധി. ഗാന്ധിജിയെ കൃത്യമായിട്ട് ഗാന്ധിയൻ ആശയങ്ങളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന, ഗാന്ധിജിയെ ഫോളോ ചെയ്യുന്ന, ഗാന്ധിയൻ ആശയങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രമുഖനായിരുന്നു ആര്, മന്നത്ത് പത്മനാഭൻ. സോ അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണജാഥ നടത്തിയത് ആരാണ്, നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. എവിടെ മുതൽ എവിടെ വരെയായിരുന്നു, വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു സവർണജാഥ അല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് മാർച്ച് എന്ന പേരിൽ ഒരു മാർച്ച് ഇദ്ദേഹം സംഘടിപ്പിച്ചത്. അപ്പോൾ ഒരിക്കൽ കൂടി, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രമുഖ മാർച്ചാണ് എന്ത്, സവർണജാഥ അല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് മാർച്ച് എന്ന് പറയുന്നത്. വർഷം 1924. എവിടെ മുതൽ എവിടെ വരെ, വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. ആരാ നയിച്ചത്, മന്നത്ത് പത്മനാഭൻ. ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ മാർച്ച് അല്ലെങ്കിൽ ഈ യാത്ര? തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, മഹാത്മാഗാന്ധി. പ്രസിഡന്റ് ഓഫ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി 1931 to 1932. പ്രത്യേകം ശ്രദ്ധിക്കുക, 1931 ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അകത്തേക്കുള്ള പ്രവേശനം ആർക്ക്, എല്ലാ കാസ്റ്റിലുള്ളവർക്കും ആവശ്യപ്പെട്ടുകൊണ്ട് നടന്നതാണ് ഗുരുവായൂർ സത്യാഗ്രഹം. അതിലും ഈ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റും ആര് തന്നെയായിരുന്നു, മന്നത്ത് പത്മനാഭൻ. നിങ്ങൾക്കറിയാം, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു, AKG ആയിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആയിരുന്നു. പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു പേരാണത്, മറന്നുപോരുത് കേട്ടോ. ഓക്കെ അല്ലേ?
AKGയുടെ അറസ്റ്റിനെ തുടർന്ന് പിന്നീട് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനായ ഒരു വനിതയാണ് PM കമലാവതി. ഈ പേരൊന്ന് ഓർത്തിരിക്കുക കേട്ടോ, PM കമലാവതി. യെസ്, ക്ലിയർ അല്ലേ? വെരി ഗുഡ്. അടുത്തത്, ഓപ്പൺ ഹിസ് ഫാമിലി ടെമ്പിൾ ഫോർ ഓൾ കാസ്റ്റസ്. ഓർത്തിരിക്കുക, അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്രം അദ്ദേഹം എല്ലാ ജാതികൾക്കും വേണ്ടിയിട്ട്, എല്ലാ ജാതികളിൽപ്പെട്ട ആൾക്കാർക്കും വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? തുറന്നു കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നവോത്ഥാനം ആരംഭിക്കേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ് എന്ന് ചില പ്രമുഖർ പറയുന്നത് പോലെ അദ്ദേഹം എന്ത് ചെയ്തു? ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി വാദിക്കുന്ന അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്രം എന്ത് ചെയ്തു? എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്തു. പ്ലേഡ് എ കീ റോൾ ഇൻ അബോളിഷിംഗ് താലികെട്ട് കല്യാണം സോഷ്യൽ ഈവിൾ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ്. കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന അന്നത്തെ ഒരു സമ്പ്രദായമായിരുന്നു താലികെട്ട് കല്യാണം എന്ന് പറയുന്നത്. ഇന്നും താലികെട്ട് കല്യാണം ഉണ്ട്. അന്ന് ഈ പറയുന്ന പോലെ തന്നെ അത് ഈ പറയുന്ന പോലെ അടിമ എന്നുള്ള ഒരു സെൻസിൽ ഈ പറയുന്ന നവോത്ഥാന നായകർ കണ്ടിരുന്നു. സോ അതുകൊണ്ട് തന്നെ താലികെട്ട് കല്യാണത്തിനെതിരെ പ്രതിഷേധിച്ച ഒരു പ്രമുഖ കേരള നവോത്ഥാന നായകനാണ് ആര്? യെസ്, മന്നത്ത് പത്മനാഭൻ. ക്ലിയർ ആണ്? യെസ്. പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻസ് നമുക്കൊന്ന് നോക്കാം. മന്നത്ത് പത്മനാഭന്റെ പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻസ്. ഹി ജോയിൻഡ് ദ INC ഇൻ 1946. 1946 അദ്ദേഹം എന്തിലേക്ക് ജോയിൻ ചെയ്തു? INCയിലേക്ക് ജോയിൻ ചെയ്തു. 1946 അദ്ദേഹം എവിടെ ജോയിൻ ചെയ്തു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ജോയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഡെലിവേർഡ് ദ ഫേമസ് മുതുകുളം സ്പീച്ച്. വളരെ ഇമ്പോർട്ടൻ്റ്. 1947 അദ്ദേഹം മുതുകുളം പ്രസംഗം ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം യെസ്, മന്നത്ത് പത്മനാഭനാണ്. പ്രത്യേകം ഓർത്തിരിക്കുക, മുതുകുളം സ്പീച്ച് എന്ന് പറയുന്നത് ഏത് കേരള നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മന്നത്ത് പത്മനാഭൻ. വർഷം 1947 കേട്ടോ. 1947 ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മുതുകുളം സ്പീച്ച് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മന്നത്ത് പത്മനാഭൻ. Arrested on 14th June 1947 for participating in the Indian freedom movement. അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി 1947 ജൂൺ 14 അറസ്റ്റ് ചെയ്യപ്പെട്ട കേരള നവോത്ഥാന നായകൻ ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഒരിക്കൽ കൂടി, 1947 ജൂൺ 14 യെസ്, ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ് ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേരള നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മന്നത്ത് പത്മനാഭൻ. Became a member of the Travancore Legislative Assembly in 1949. 1949 പ്രത്യേകം ഓർത്തിരിക്കുക, തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ആ രംഗത്ത് നേടി മന്നത്ത് പത്മനാഭൻ. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കിയേ എന്തൊക്കെ ചോദ്യങ്ങൾ ഇവിടുന്ന് വരാമെന്നുള്ളതാണ്. ഇദ്ദേഹം INCയിൽ അംഗമായിരുന്നോ എന്നുള്ള നിലയ്ക്ക് ചോദ്യം വരാം ഇല്ലേ? അതുപോലെ തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട സ്പീച്ച് എന്നുള്ള നിലയ്ക്ക് മുതുകുളം സ്പീച്ച് വരാം. അതുപോലെ തന്നെ ഇദ്ദേഹം ഫ്രീഡം മൂവ്മെന്റിൽ പങ്കെടുത്തിരുന്നു, ഫ്രീഡം ഫൈറ്റിൽ പങ്കെടുത്തിരുന്നു എന്നുള്ള ചോദ്യം വരാം. അതിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ടെന്ന് രണ്ടാമത് സെപ്പറേറ്റ് ഒരു ചോദ്യമായിട്ടും വരാം. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട ഡേറ്റ് എന്ന് പറഞ്ഞ് 1947 ജൂൺ 14 ഇല്ലേ? ഇനി അതുപോലെ തന്നെ ഓർത്തിരിക്കുക, ഇദ്ദേഹം ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായിരുന്നോ? തീർച്ചയായിട്ടും അംഗമായിരുന്നു അല്ലെ? ഏത് വർഷം? 1949. The first president of Travancore Devasam Board 1950, where he revitalized many temples. പ്രത്യേകം ശ്രദ്ധിക്കുക, കേരളത്തിലെ ഒരുപാട് ക്ഷേത്രങ്ങളെ നവീകരണത്തിന്റെ വഴിയിലേക്ക് നയിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് അധികാരത്തിൽ വന്നത് മന്നത്ത് പത്മനാഭനായിരുന്നു. ഓർത്തിരിക്കുക, വർഷം 1950. അപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റായിരുന്ന കേരള നവോത്ഥാന നായകനാര മന്നത്ത് പത്മനാഭൻ. വർഷം 1950. ലെഡ് ദ വിമോചന സമരം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സമരമാണ് വിമോചന സമരം എന്ന് പറയുന്നത്. ലിബറേഷൻ സ്ട്രഗിൾ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. വർഷം 1959. പ്രത്യേകം ശ്രദ്ധിക്കുക, കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ, കേരളത്തിലെ ആദ്യത്തെ മിനിസ്ട്രി അല്ലെങ്കിൽ മന്ത്രിസഭയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടി നടത്തിയതാണ് ഈ വിമോചന സമരം. നിങ്ങൾക്കറിയാം, കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ താഴെ ഇറക്കുവാനായിട്ട്, അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുവാനായിട്ട് അദ്ദേഹം എന്തു ചെയ്തു? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു വിമോചന സമരം എന്ന പേരിൽ ഒരു സമരം നടത്തി. അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ താഴെ വീണു. ഈ വിമോചന സമരത്തിൽ അദ്ദേഹത്തോടൊപ്പം പ്രധാനമായിട്ടും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസും ക്രിസ്ത്യൻ ചേർച്ചസും എന്ത് ചെയ്തിരുന്നു? ജോയിൻ ചെയ്തിരുന്നു. അപ്പോൾ അറിയുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിമോചന സമരം ആരാ നയിച്ചത്? മന്നത്ത് പത്മനാഭൻ. ആ മന്നത്ത് പത്മനാഭൻ വിമോചന സമരം നയിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? യെസ്, കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിട്ടുള്ള, അല്ലെങ്കിൽ ആദ്യത്തെ മന്ത്രിസഭയായിട്ടുള്ള മന്ത്രിസഭയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആരായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും വലിയ സപ്പോർട്ട് നൽകിയത്? ക്രിസ്ത്യൻ ചേർച്ചസ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് ആയിരുന്നു അതിന് ഏറ്റവും അധികം പിന്തുണ നൽകിയത്.
The movement led to the dismissal of EMS Namboodirippad's communist government on 31st July 1959. നിങ്ങൾക്കറിയാം കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത് 1957 സോ 1957 അധികാരത്തിൽ വന്ന മന്ത്രിസഭ 1959 എന്ത് ചെയ്യുന്നു? താഴെ വീഴുന്നു. ജൂലൈ 31 അത് സംഭവിച്ചത്. അതിന് കാരണമായത് വിമോചന സമരം തന്നെയാണ്. ആര് നയിച്ച? മന്നത്ത് പത്മനാഭൻ നയിച്ചത്. ക്ലിയർ ആണ്. അപ്പൊ എന്നാണ് വിമോചന സമരത്തെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ താഴെ വീണത്? 1959 ജൂലൈ 31 ഇത് സംഭവിച്ചത്. 1959 ജൂലൈ 31. ക്ലിയർ അല്ലേ? യെസ്. He symbolically tethered a white horse at the Kerala Secretariat after the government's dismissal. പ്രത്യേകം ഓർത്തിരിക്കുക, അദ്ദേഹം ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കിയതിൻ്റെ ഒരു സന്തോഷത്തിൽ അടയാളമായി, അതിൻ്റെ ഒരു പ്രതീകമായിട്ട് ഒരു വെള്ളക്കുതിരയെ സെക്രട്ടേറിയറ്റ് കൊണ്ടുവന്ന് കെട്ടിയിട്ടു. ഓക്കെ അല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതൊരു റെയർ ഫാക്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. ഹി സിംബോളിക്കലി ടെതേർഡ് എ വൈറ്റ് ഹോഴ്സ് അറ്റ് ദ കേരള സെക്രട്ടേറിയറ്റ് ആഫ്റ്റർ ദ ഗവൺമെന്റ്സ് ഡിസ്മിസൽ. ക്ലിയർ ആണ്? യെസ്. അപ്പോൾ ഇങ്ങനെ തന്നെ ആ വാക്ക് വരാം, ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ആദ്യത്തെ മന്ത്രിസഭ എന്ന് പറയുന്നത് പ്രത്യേകം ഓർത്തിരിക്കുക. 1957 അധികാരത്തിലേറി 59 അധികാരത്തിൽ നിന്ന് വീണു. ഡേറ്റ് ജൂലൈ 31. അത് ഏത് സർക്കാരാണെന്ന് ചോദിച്ചാൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ കീഴിലുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരായിരുന്നു. അവരുടെ വീഴ്ചയ്ക്ക് കാരണമായ ആ ഒരു ഇവന്റ് എന്ന് ചോദിച്ചാൽ വിമോചന സമരമാണ്. വിമോചന സമരം നയിച്ചത് മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ചേർച്ചസ് ആണ്, ക്രിസ്ത്യൻ ചേർച്ചസ് ആയിരുന്നു. സോ ഈ വീഴ്ചയുടെ ഒരു പ്രതീകമായിട്ട് മന്നത്ത് പത്മനാഭൻ സെക്രട്ടറിയിൽ എന്താ ചെയ്ത്? ഒരു വെള്ളക്കുതിരയെ കെട്ടിയിട്ടു. യെസ്. In 1964, played a key role in the formation of Kerala Congress, India's first regional party. അപ്പോൾ കേരള കോൺഗ്രസ് എന്ന പാർട്ടി 1964 ഒക്ടോബർ 9 രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തിയും ആ രൂപീകരണത്തിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച വ്യക്തിയും ആര് തന്നെയാണ്? യെസ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക, മന്നത്ത് പത്മനാഭൻ. അപ്പോൾ ഒരിക്കൽ കൂടി മന്നത്ത് പത്മനാഭൻ കേരള കോൺഗ്രസിൻ്റെ രൂപീകരണത്തിൽ ശക്തമായ പങ്ക് വഹിച്ചിരുന്നു. എന്നാൽ കേരള കോൺഗ്രസ് നിലവിൽ വന്നത് 1964. ടൈറ്റിൽസ് ആൻഡ് റെക്കഗ്നിഷൻസ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പദവികളും റെക്കഗ്നിഷനും നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഒരു വിശേഷണമാണ്. മദൻ മോഹൻ മാളവ്യ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ആര്? നല്ല ചോദ്യമാണ്. മദൻ മോഹൻ മാളവ്യ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് യെസ് സർദാർ KM പണിക്കർ നൽകിയ വിശേഷണമാണ്. ആരാ അറിയപ്പെടുന്നത് അങ്ങനെ? യെസ്, മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ മന്നത്ത് പത്മനാഭനെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാ? സർദാർ KM പണിക്കറാണ്. നിങ്ങൾക്കറിയാം, മറ്റൊരു ലെജൻഡാണ് സർദാർ KM പണിക്കർ. യെസ്. അപ്പോൾ സർദാർ KM പണിക്കർ നൽകിയ വിശേഷണം മദൻ മോഹൻ മാളവ്യ ഓഫ് കേരള. നിങ്ങൾക്കറിയാം, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച അതേ വ്യക്തി തന്നെയാണ് ആര്? സർദാർ KM പണിക്കർ. അപ്പം അദ്ദേഹം ഇങ്ങനെ വിശേഷണങ്ങൾ നൽകുന്ന ഒരു പതിവ് ഉള്ളൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. അതേ സർദാർ KM പണിക്കർ നൽകിയ മറ്റൊരു വിശേഷണമാണ് മദൻ മോഹൻ മാളവ്യ ഓഫ് കേരള. ആരെ വിളിച്ചതാ? മന്നത്ത് പത്മനാഭനെ വിളിച്ചതാണ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഇതിൽ ലഭിച്ചിട്ടുള്ള മറ്റൊരു പ്രമുഖ പദവിയാണ് ഭാരത കേസരി. എന്താണ്? ഭാരത കേസരി. ഈ ടൈറ്റിൽ അദ്ദേഹത്തിന് നൽകിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. വർഷം 1959. അപ്പോൾ വിമോചന സമരം കഴിഞ്ഞ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ താഴെ ഇറക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് എന്താ? ഭാരത കേസരി എന്ന ടൈറ്റിലാണെന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഭാരത കേസരി 1959. ആരാ ഭാരത കേസരി അവാർഡ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന അന്നത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് തന്നെയാണ്. ഓക്കെ അല്ലേ? ഭാരത് കേസരി. അടുത്തത് 1966 അദ്ദേഹം സമൂഹത്തിന് നൽകിയ ഒരു കോൺട്രിബ്യൂഷൻസ് എല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകുന്നുണ്ട്. ഓക്കെ അല്ലേ? പത്മ പുരസ്കാരങ്ങളിൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ പുരസ്കാരമായിട്ടുള്ള പത്മഭൂഷൺ, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ, ഇങ്ങനെയാണല്ലോ. അപ്പോൾ അറിയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പത്മ പുരസ്കാരങ്ങളിൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ബഹുമതിയായ പത്മഭൂഷൺ അദ്ദേഹത്തിന് എന്ന് നൽകുന്നു? 1966. അപ്പോൾ പത്മഭൂഷൺ എന്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ള കേരള നവോത്ഥാന നായകനാണ് ആര്? യെസ്, മന്നത്ത് പത്മനാഭൻ അല്ലേ? യെസ്. എന്താ അതിൻ്റെ വിശേഷണം ഒരിക്കൽ കൂടി പറഞ്ഞേ? മദൻ മോഹൻ മാളവ്യ ഓഫ് കേരള അങ്ങനെ വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. അതുപോലെ തന്നെ ഭാരത കേസരി എന്ന ടൈറ്റിൽ അദ്ദേഹത്തിന് കിട്ടുന്നു. വർഷം 1959. ആരാ ടൈറ്റിൽ അദ്ദേഹത്തിന് നൽകിയത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അതിന് ആ ടൈറ്റിൽ നൽകുന്നത്. അതുപോലെ തന്നെ അതിന് പത്മഭൂഷൺ ലഭിച്ച വർഷം 1966 ആണ്. 1966. യെസ്. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തെ സ്റ്റാമ്പിൽ ഉൾപ്പെടുത്തി ആദരിച്ചു. 1989. യെസ്.
2 ജാനുവരി അല്ലെങ്കിൽ ജാനുവരി 2 കേട്ടോ. 1989 ജനുവരി 2 അദ്ദേഹത്തെ സ്റ്റാമ്പിൽ ഉൾപ്പെടുത്തി ആദരിച്ചു. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? യെസ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. നല്ല പോയിന്റാണ്, മറന്നുപോകരുത്. വർക്ക്സ് ആൻഡ് ലിറ്ററേച്ചർ, അദ്ദേഹത്തിൻ്റെ കൃതികളും അതുപോലെ തന്നെ സാഹിത്യ മേഖലയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളും നമുക്കൊന്ന് ഓടിച്ചെന്ന് പരിശോധിക്കാം. അതിൻ്റെ ഓട്ടോബയോഗ്രഫി ഉറപ്പായിട്ട് ചോദിക്കും PSC. ഓട്ടോബയോഗ്രഫി, എൻ്റെ ജീവിത സ്മരണകൾ. എന്താണ് എൻ്റെ ജീവിത സ്മരണകൾ? ചിലപ്പോൾ റെമിനിസൻസ് ഓഫ് മൈ ലൈഫ് ആരുടെ കൃതി എന്ന് ഇംഗ്ലീഷ് ചിലപ്പോൾ ചോദിച്ചു കളയും കേട്ടോ. അങ്ങനെ ഒരു പതിവ് കൂടിയുണ്ട്. യെസ്, എൻ്റെ ജീവിത സ്മരണകൾ, റെമിനിസൻസ് ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്നത് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? മന്നത്ത് പത്മനാഭൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. അടുത്തത് മറ്റ് പുസ്തകങ്ങൾ നമുക്ക് നോക്കാം. അദ്ദേഹത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളാണ്. മന്നത്ത് പത്മനാഭൻ ആൻഡ് ദ റിവൈവൽ ഓഫ് നായേഴ്സ് ഇൻ കേരള. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ഓർത്തിരിക്കുക. മന്നത്ത് പത്മനാഭൻ ആൻഡ് ദ റിവൈവൽ ഓഫ് നായേഴ്സ് ഇൻ കേരള. ആരാ എഴുതിയിരിക്കുന്നത്? വി ബാലകൃഷ്ണൻ, ആർ ലീലാദേവി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വി ബാലകൃഷ്ണനും ആർ ലീലാദേവിയും ചേർന്ന് എഴുതി അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയൊരു പുസ്തകമാണ് മന്നത്ത് പത്മനാഭൻ ആൻഡ് ദ റിവൈവൽ ഓഫ് നായേഴ്സ് ഇൻ കേരള. ആൻഡ് ദ റിവൈവൽ ഓഫ് നായേഴ്സ് ഇൻ കേരള. അതിന് മറ്റ് ലിറ്റററി വർക്കുകൾ, അദ്ദേഹം എഴുതിയ ഒരു പ്രമുഖ നോവലാണ് സ്നേഹലത. വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റാണ്. മന്നത്ത് പത്മനാഭൻ എഴുതിയിട്ടുള്ള ഒരു നോവലാണ് സ്നേഹലത. അതുപോലെ തന്നെ ഞങ്ങളുടെ FMS യാത്ര, ഒരു യാത്രാ വിവരണമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളുടെ FMS യാത്ര എന്ന പേരിൽ അദ്ദേഹം ഒരു കൃതി എഴുതിയിട്ടുണ്ട്. അപ്പം അത് 2 പ്രമുഖ വർക്കുകളായിട്ട് പറയാം. സ്നേഹലത നോവലാണ്, അതുപോലെ തന്നെ ഞങ്ങളുടെ FMS യാത്ര എന്ന കൃതി എഴുതിയ കേരള നവോത്ഥാന നായകനാര മന്നത്ത് പത്മനാഭൻ. അതിൻ്റെ പേഴ്സണൽ ലൈഫ്, അതിന് 2 ഭാര്യമാരായിരുന്നു, മാരീഡ് ട്വൈസ്. ആദ്യത്തെ വൈഫിൻ്റെ പേര് മേച്ചേട്ട് കല്യാണി അമ്മ എന്നായിരുന്നു. മേച്ചേട്ട് കല്യാണി അമ്മ. അതുപോലെ തന്നെ ഓർത്തിരിക്കുക. രണ്ടാമത്തത് തോട്ടക്കാട്ട് മാധവി അമ്മ. വളരെ ഫേമസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള നവോത്ഥാന നായകരിൽ വനിതകളുടെ പങ്ക് പരിശോധിച്ചാൽ അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയുന്ന ഒരു പേര് കൂടിയാണ് തോട്ടക്കാട്ട് മാധവി അമ്മ എന്ന് പറയുന്ന പേര്. സോ അത് ആരുടെ വൈഫാണ്? മന്നത്ത് പത്മനാഭൻ അവരുടെ വൈഫാണ്. പ്രത്യേകം ഓർത്തിരിക്കുക. അദ്ദേഹം 2 വിവാഹം കഴിച്ചു. ആദ്യത്തേത് മേച്ചേട്ട് കല്യാണിയമ്മ, പിന്നീട് തോട്ടക്കാട്ട് മാധവി അമ്മ. യെസ്, അദ്ദേഹം അന്തരിച്ച ഡേറ്റ് 1970 ഫെബ്രുവരി 25 1970 ഫെബ്രുവരി 25 തൻ്റെ 92ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. 1970 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. 1970 തൻ്റെ 92ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ഫെബ്രുവരി 25 ഡേറ്റ്. യെസ്, പ്രത്യേകം ഓർത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, മറന്നുപോരുത് കേട്ടോ. സോ അതിൻ്റെ പേഴ്സണൽ ലൈഫും നമ്മളിവിടെ എലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ റെസ്റ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത് മന്നം മെമ്മോറിയൽ NSS ഹെഡ്ക്വാർട്ടേഴ്സ് പെരുന്ന ചങ്ങനാശ്ശേരി. പ്രത്യേകം ഓർത്തിരിക്കുക. അതിൻ്റെ റെസ്റ്റിംഗ് പ്ലേസ് അറിയപ്പെടുന്ന പേര് മന്നം മെമ്മോറിയൽ എന്നാണ്. പ്രത്യേകം ഓർത്തിരിക്കുക. NSS ഹെഡ്ക്വാർട്ടേഴ്സ് ഇവിടെ പെരുന്ന ചങ്ങനാശ്ശേരി. മന്നം ജയന്തി വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. മന്നം ജയന്തി ആയിട്ട് ആചരിക്കുന്നത് 2 ജാനുവരിയാണ്, അല്ലെങ്കിൽ ജനുവരി 2 ഇത് 2014 മുതൽ പബ്ലിക് ഹോളിഡേ ആണ്. നോക്കൂ, 10 കൊല്ലം അല്ലേ? 10 കൊല്ലം കഴിഞ്ഞു. പ്രത്യേകം ഓർത്തിരിക്കുക. 10 കൊല്ലം കഴിഞ്ഞിരിക്കുകയാണ്. എസ്പെഷ്യലി ഈ പറയുന്ന പോലെ തന്നെ എന്ത് ആചരിച്ച് തുടങ്ങിയിട്ട്? പബ്ലിക് ഹോളിഡേ ആയിട്ട് മന്നം ജയന്തി അല്ലെങ്കിൽ ജനുവരി 2 ആചരിച്ച് തുടങ്ങിയിട്ട്. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. 10 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഈ പറയുന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന പോലെ ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റ. ഏത് വർഷം മുതലാണ് പബ്ലിക് ഹോളിഡേ ആയിട്ട് ആചരിക്കാൻ തുടങ്ങിയത്? അതാണ് അതിൻ്റെ പ്രാധാന്യം. ഏത് വർഷം മുതലാണ് പബ്ലിക് ഹോളിഡേ ആയിട്ട് ആചരിക്കാൻ തുടങ്ങിയത്? തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? ചോദിക്കുക കേട്ടോ. ഇതിൻ്റെ ലെഗസിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മന്നത്ത് പത്മനാഭൻ റിമെയിൻസ് എ ഗൈഡിംഗ് ഫോഴ്സ് ഇൻ കേരള സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ്. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. അദ്ദേഹം ഈ പറഞ്ഞ പോലെ എപ്പോഴും ഈ കേരള നവോത്ഥാന നായകരിൽ തന്നെ കേരള സമൂഹം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന, രാഷ്ട്രീയപരമായും സാമൂഹികപരമായും ചർച്ച ചെയ്യുന്ന ഒരു പേര് തന്നെയാണ് എന്ത്? മന്നത്ത് പത്മനാഭൻ അവരുടെ പേരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹിസ് ലീഡർഷിപ്പ് ഇൻ അപ്ലിഫ്റ്റിംഗ് ദ നായർ കമ്മ്യൂണിറ്റി, abolishing caste barriers and fighting for temporary rights significantly shaped Kerala's renaissance. പ്രത്യേകം ഓർത്തിരിക്കുക. കേരള നവോത്ഥാനം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പ്രധാനമായിട്ട് എന്താ ചെയ്യുന്നത്? ആലോചിച്ച് നോക്കൂ. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ ഉന്നമനം. 2, എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും തുല്യ അവകാശം. 3, ക്ഷേത്ര പ്രവേശനം. ഇതൊക്കെയാണല്ലോ പ്രധാനമായിട്ടും റിനൈസൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതിൽ തീർച്ചയായിട്ടും തൻ്റെതായ പങ്ക് വഹിച്ച വ്യക്തി തന്നെയാണ് ആര്? മന്നത്ത് പത്മനാഭൻ. എസ്പെഷ്യലി നായർ കമ്മ്യൂണിറ്റിയെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ അദ്ദേഹം ഒരുപാടധികം പങ്കുവഹിച്ചു. നായർ കമ്മ്യൂണിറ്റിയെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ മറ്റു കമ്മ്യൂണിറ്റികൾക്കും ഇതുപോലെ കയറി വരാൻ പ്രചോദനമായി എന്നുള്ളത് ഒരു വസ്തുത കൂടിയാണ് കേട്ടോ. The NSS continues his mission in the fields of education, social service and community upliftment. ഇന്നും NSSന്റെ പ്രവർത്തനം എടുത്താൽ പ്രധാനമായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ, സാമൂഹിക സേവനങ്ങളിലൂടെ, അതുപോലെ തന്നെ മറ്റ് സാമൂഹിക വിഭാഗങ്ങളിലെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയ്ക്കൊക്കെ തന്നെ അവർ ഫേമസ് ആണ്. സോ നമുക്ക് അടുത്തതായിട്ട് മന്നത്ത് പത്മനാഭൻ അവர்களுമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട MCQs നമുക്കൊന്ന് ചർച്ച ചെയ്യാം. റെഡിയല്ലേ? ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലീഡേഴ്സ് സജസ്റ്റഡ് ദ നെയിം നായർ സർവീസ് സൊസൈറ്റി ഫോർ ദ ഓർഗനൈസേഷൻ ഫൗണ്ടഡ് ബൈ മന്നത്ത് പത്മനാഭൻ? ഒരിക്കൽ കൂടി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലീഡേഴ്സ് സജസ്റ്റഡ് ദ നെയിം നായർ സർവീസ് സൊസൈറ്റി ഫോർ ദ ഓർഗനൈസേഷൻ ഫൗണ്ടഡ് ബൈ മന്നത്ത് പത്മനാഭൻ? ഓപ്ഷൻ എ കെ കണ്ണൻ നായർ, ഓപ്ഷൻ ബി കെ പരമപിള്ള, ഓപ്ഷൻ സി കെ കേളപ്പൻ, ഓപ്ഷൻ ഡി പന്തളം KP രാമൻപിള്ള. യെസ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പഠിപ്പിച്ച പോയിന്റാണത്, എടുത്തു പറഞ്ഞ പോയിന്റാണ്. ആദ്യത്തെ പേര് നായർ സർവീസ് സൊസൈറ്റി എന്നായിരുന്നില്ല, മറ്റെന്തോ ഒരു പേരായിരുന്നു. പിന്നീടാണ് ആ പേരിലേക്ക് വരുന്നത്. ആ പേര് സജസ്റ്റ് ചെയ്ത ആര് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി കെ പരമപിള്ള അല്ലേ? യെസ്. അടുത്ത ചോദ്യം, മന്നത്ത് പത്മനാഭൻ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പൊളിറ്റിക്കൽ പാർട്ടീസ്? താഴത്തെ നിലയിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണത്തിലാണ് മന്നത്ത് പത്മനാഭൻ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്? ഓപ്ഷൻ എ കേരള കോൺഗ്രസ്, ഓപ്ഷൻ ബി ട്രാവൻകൂർ തമിഴ്നാട് കോൺഗ്രസ്, ഓപ്ഷൻ സി ഹിന്ദു മഹാസഭ, ഓപ്ഷൻ ഡി ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി. ഉത്തരം ഓപ്ഷൻ എ കേരള കോൺഗ്രസ്. ക്ലിയർ? യെസ്. അടുത്തത്, ഹൂ വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദ നായർ സർവീസ് സൊസൈറ്റി ഓർ NSS? NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ, ഓപ്ഷൻ ബി കെ കേളപ്പൻ, ഓപ്ഷൻ സി ആർ ശങ്കർ, ഓപ്ഷൻ ഡി AK ഗോപാലൻ. നമ്മൾ പഠിച്ചതാ ഓപ്ഷൻ ബി കെ കേളപ്പൻ. ഫസ്റ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്നു ആര്? അല്ലെങ്കിൽ സെക്രട്ടറി ആയിരുന്നു ആര്? മന്നത്ത് പത്മനാഭൻ. Which of the following was a literary work authored by മന്നത്ത് പത്മനാഭൻ? Which of the following was a literary work authored by മന്നത്ത് പത്മനാഭൻ? ഓപ്ഷൻ എ ജീവിത സ്മരണകൾ, ഓപ്ഷൻ ബി അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി, ഓപ്ഷൻ സി സ്നേഹലത, ഓപ്ഷൻ ഡി വിശ്വദർശനം. യെസ്, തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചതാണ്. സ്നേഹലത നോവലായിരുന്നു അല്ലേ? അടുത്തത്, ഇൻ വിച്ച് ഇയർ ഡിഡ് മന്നത്ത് പത്മനാഭൻ റിസീവ് ദ ഭാരത് കേസരി ടൈറ്റിൽ ഫ്രം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്? ഏത് വർഷമാണ് രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്നും അദ്ദേഹത്തിന് ഭാരത കേസരി എന്ന ടൈറ്റിൽ ലഭിക്കുന്നത്? ഓപ്ഷൻ എ 1951, ഓപ്ഷൻ ബി 1956, ഓപ്ഷൻ സി 1959, ഓപ്ഷൻ ഡി 1962. ഉത്തരം 1959. അടുത്തത്, വിച്ച് ടെമ്പിൾ എൻട്രി മൂവ്മെന്റ് സോ മന്നത്ത് പത്മനാഭൻ ലീഡിംഗ് എ സവർണ ജാഥ അണ്ടർ ദ ഡയറക്റ്റീവ് ഓഫ് മഹാത്മാഗാന്ധി? താഴത്തെ നിലയിൽ ഏത് ക്ഷേത്രപ്രവേശന പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശന സംഭവമാണ് മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശത്തെ തുടർന്ന് മന്നത്ത് പത്മനാഭൻ ഒരു സവർണ ജാഥ നയിച്ചത്? മായി ബന്ധപ്പെട്ട് നടന്നൊരു ഇവന്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ നടന്നത് ഏത് താഴെ തന്നിരിക്കുന്ന ഇവന്റുമായി ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻ എ ഗുരുവായൂർ സത്യാഗ്രഹ, ഓപ്ഷൻ ബി വൈക്കം സത്യാഗ്രഹ, ഓപ്ഷൻ സി പാലിയം സത്യാഗ്രഹ, ഓപ്ഷൻ ഡി ചാന്നാർ റിവോൾട്ട്. ഓപ്ഷൻ ബി വൈക്കം സത്യാഗ്രഹമാണ് ശരിയായ ഉത്തരം. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ക്ഷേത്രപ്രവേശന സംഭവവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭൻ ഗാന്ധിജി പറഞ്ഞിട്ട് സവർണ ജാഥ കണ്ടക്ട് ചെയ്തത് അല്ലേ? യെസ്, ഗുഡ്. വാട്ട് വാസ് ദ ഒറിജിനൽ നെയിം ഓഫ് ദ നായർ സർവീസ് സൊസൈറ്റി ബിഫോർ ബീങ് റീനെയിംഡ്? കണ്ടോ, NSS എന്ന പേരിലേക്ക് വരുന്നതിന് മുമ്പ്, നായർ സർവീസ് സൊസൈറ്റി എന്ന പേരിലേക്ക് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു അവരുടെ ആദ്യകാല പേര്? ഓപ്ഷൻ എ കേരള നായർ സമാജം, ഓപ്ഷൻ ബി ഹിന്ദു മഹാമണ്ഡലം, ഓപ്ഷൻ സി നായർ ഭൃത്യജന സംഘം, ഓപ്ഷൻ ഡി നായർ ധർമ്മ പരിപാലന സഭ. ഉത്തരം നായർ ഭൃത്യജന സംഘം. യെസ്. അടുത്തത്, മന്നത്ത് പത്മനാഭൻ വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് വിച്ച് ഇമ്പോർട്ടൻറ്റ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കേരള? താഴെ തന്നിരിക്കുന്നവയിൽ ഏത് പ്രധാനപ്പെട്ട റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനുമായി അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു മന്നത്ത് പത്മനാഭൻ? ഓപ്ഷൻ എ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP, ഓപ്ഷൻ ബി ട്രാവൻകൂർ ദേവസ്വം ബോർഡ്, ഓപ്ഷൻ സി ആര്യ സമാജ് കേരള, ഓപ്ഷൻ ഡി മലങ്കര ഓർത്തഡോക്സ് സഭ. ഉത്തരം ട്രാവൻകൂർ ദേവസ്വം ബോർഡ് അല്ലേ? ശരി, നല്ല ഓപ്ഷൻസ് ആയിരുന്നു. ശരി.
അടുത്ത ചോദ്യം, വിച്ച് പ്രോമിനന്റ് ലീഡർ ഗേവ് മന്നത്ത് പത്മനാഭൻ ദ ടൈറ്റിൽ മദൻ മോഹൻ മാളവ്യ ഓഫ് കേരള? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഓർത്തിരിക്കുക. മദൻ മോഹൻ മാളവ്യ ഓഫ് കേരള, കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. അദ്ദേഹത്തിന് ആ ടൈറ്റിൽ നൽകിയത് ആര്? ഓപ്ഷൻ എ കെ കേളപ്പൻ, ഓപ്ഷൻ ബി ആർ ശങ്കർ, ഓപ്ഷൻ സി സർദാർ കെ എം പണിക്കർ, ഓപ്ഷൻ ഡി പട്ടം എ താണുപിള്ള. യെസ്, ഉത്തരം ഓപ്ഷൻ സി സർദാർ കെ എം പണിക്കർ. In which year did Mannathu Padmanabhan become a member of Travancore Legislative Assembly? Travancore Legislative Assemblyയിൽ അദ്ദേഹം അംഗമായ വർഷം ഏതാണ്? കൃത്യമായി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ്, ഓർത്തിരിക്കുക. മന്നത്ത് പത്മനാഭൻ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷം. ഓപ്ഷൻ എ 1946, ഓപ്ഷൻ ബി 1949, ഓപ്ഷൻ സി 1952, ഓപ്ഷൻ ഡി 1955. ഏതായിരുന്നു ഉത്തരം? യെസ്, 1949 തന്നെയാണ് ശരിയായ ഉത്തരം. വെരി ഗുഡ്, 1949. അടുത്ത ചോദ്യം, വിച്ച് സോഷ്യൽ ഈവിൾ was strongly opposed and abolished by മന്നത്ത് പത്മനാഭൻ? വളരെ പ്രധാനമാണ്, ഞാൻ എടുത്തു പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ്, പ്രത്യേകം ഓർത്തിരിക്കുക. ഏത് സാമൂഹിക അനീതി അല്ലെങ്കിൽ സാമൂഹികപരമായിട്ട് നിന്ന ഒരു ദുരാചാരത്തിനെതിരെയാണ് മന്നത്ത് പത്മനാഭൻ പ്രധാനമായിട്ട് പോരാടിയിട്ടുള്ളത്? ഓപ്ഷൻസ് എ ചൈൽഡ് മാരേജ്, ഓപ്ഷൻ ബി താലികെട്ട് കല്യാണം, ഓപ്ഷൻ സി സതി സിസ്റ്റം, ഓപ്ഷൻ ഡി മരുമക്കത്തായം. ഉത്തരം യെസ്, ഓപ്ഷൻ ബി താലികെട്ട് കല്യാണം, അല്ലേ? During the Guruvayur Satyagraha, who served as the volunteer captain under മന്നത്ത് പത്മനാഭൻസ് ലീഡർഷിപ്പ്? അപ്പോൾ നിങ്ങൾക്കറിയാം, ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നെ യെസ്, പ്രസിഡന്റ് ആയിരുന്നു കമ്മിറ്റിയുടെ, സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു ആര്? മന്നത്ത് പത്മനാഭൻ. സോ അദ്ദേഹത്തിന്റെ കീഴിൽ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കെ കേളപ്പൻ, ഓപ്ഷൻ ബി സി കേശവൻ, ഓപ്ഷൻ സി എ കെ ഗോപാലൻ, ഓപ്ഷൻ ഡി കെ മാധവൻ നായർ. നിങ്ങൾക്കറിയാം, ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചത് കെ കേളപ്പൻ. സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു ആര്? മന്നത്ത് പത്മനാഭൻ. സോ ആ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്ന പദവി ആരാ വഹിച്ചിരുന്നത്? ഓപ്ഷൻ എ കെ കേളപ്പൻ, ഓപ്ഷൻ ബി സി കേശവൻ, ഓപ്ഷൻ ബി സി കേശവൻ, ഓപ്ഷൻ സി എ കെ ഗോപാലൻ, ഓപ്ഷൻ ഡി കെ മാധവൻ നായർ. ഉത്തരം യെസ്, എ കെ ഗോപാലൻ, എ കെ ജി ആർ. മന്നത്ത് പത്മനാഭൻ പ്ലേഡ് എ കീ റോൾ ഇൻ ദ വിമോചന സമരം ഓർ ലിബറേഷൻ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് വിച്ച് പൊളിറ്റിക്കൽ പാർട്ടീസ് ഗവൺമെന്റ്? പ്രത്യേകം ഓർത്തിരിക്കുക, ഏത് പൊളിറ്റിക്കൽ പാർട്ടി, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ സർക്കാരിനെതിരെയാണ് മന്നത്ത് പത്മനാഭൻ വിമോചന സമരം നടത്തിയത്? ഓപ്ഷൻ എ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഓപ്ഷൻ ബി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി സോഷ്യലിസ്റ്റ് പാർട്ടി, ഓപ്ഷൻ ഡി ഹിന്ദു മഹാസഭ. ഉത്തരം ഓപ്ഷൻ ബി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. The Indian Postal Department released a postal stamp in honor of മന്നത്ത് പത്മനാഭൻ in which year? അപ്പോൾ ഏത് വർഷമാണ് മന്നത്ത് പത്മനാഭനെ പോസ്റ്റൽ സ്റ്റാമ്പിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ ആദരിച്ചത്? ഓപ്ഷൻ എ 1978, ഓപ്ഷൻ ബി 1984, ഓപ്ഷൻ സി 1989, ഓപ്ഷൻ ഡി 1992. ഉത്തരം ഓപ്ഷൻ സി 1989. അടുത്തത്, മന്നത്ത് പത്മനാഭൻ ഡെലിവേർഡ് ഹിസ് ഫേമസ് മുതുകുളം സ്പീച്ച് ഇൻ വിച്ച് ഇയർ? മുതുകുളം സ്പീച്ച് അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ്, നമ്മൾ എടുത്ത് പഠിച്ചതാണ്. ഏത് വർഷമാണ് ആ സ്പീച്ച് നടന്നത്? വളരെ റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വർഷം കൂടിയാണ്. ഓപ്ഷൻ എ 1946, ഓപ്ഷൻ ബി 1947, ഓപ്ഷൻ സി 1949, ഓപ്ഷൻ ഡി 1951. ഉത്തരം യെസ്, ഓപ്ഷൻ ബി 1947 ആണ് ശരിയായ ഉത്തരം, അല്ലേ? അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് മന്നത്ത് പത്മനാഭൻ ഇസ് ഇൻകറക്റ്റ്? ശ്രദ്ധിച്ചേ, ഇൻകറക്റ്റ് അഥവാ തെറ്റായ സ്റ്റേറ്റ്മെന്റ്, ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ അണ്ടർലൈൻ ചെയ്തു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? ഹി ഫൗണ്ടഡ് ദ നായർ സർവീസ് സൊസൈറ്റി ഇൻ 1914. ശരിയാണോ? തീർച്ചയായിട്ടും ശരിയാണ്. 1914 ഒക്ടോബർ 31, അല്ലേ? അടുത്തത്, ഓപ്ഷൻ ബി, ഹി വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദ നായർ സർവീസ് സൊസൈറ്റി. അദ്ദേഹമായിരുന്നു നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. കെ കേളപ്പനായിരുന്നു, അല്ലേ? യെസ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. He played a role in the വൈക്കം സത്യാഗ്രഹ by organizing a സവർണ ജാഥ. ശരിയോ തെറ്റോ? സവർണ ജാഥ നയിച്ചു ഗാന്ധിജി പറഞ്ഞിട്ട്, അല്ലേ? വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. യെസ്. അടുത്തത്, ഹി വാസ് ഓണേർഡ് വിത്ത് ദ ടൈറ്റിൽ ഭാരത് കേസരി ബൈ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇൻ ദ ഇയർ 1959. ആ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് നോക്കിക്കോളേ. ഭാരത് കേസരി എന്ന ടൈറ്റിൽ കിട്ടി, ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദ് ആണ് കൊടുത്തത്. 1959. എല്ലാം ശരിയാണ്, അല്ലേ? അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് മന്നത്ത് പത്മനാഭനെ കുറിച്ച്. അത് ഓപ്ഷൻ ബി ആണ്. ശരിയാണോ നമുക്ക് നോക്കാം. യെസ്, തീർച്ചയായിട്ടും ശരിയാണ്, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് മന്നത്ത് പത്മനാഭൻസ് പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻസ്. അതിന്റെ പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലേ? ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ശരി, നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഹി വാസ് എ ഫൗണ്ടിങ് മെമ്പർ ഓഫ് ദ കേരള കോൺഗ്രസ് ഇൻ 1964. ശരിയല്ലേ?
തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, ശരിയാണ്. ഹി വാസ് നെവർ അസോസിയേറ്റഡ് വിത്ത് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. തെറ്റല്ലേ? അദ്ദേഹം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഹി ഒപ്പോസ്ഡ് ദ വിമോചന സമരം ഇൻ 1959. നടത്തിയതേ പുള്ളിക്കാരനാണ് അല്ലേ? ശരി. ഹി നെവർ ഹെൽഡ് എനി പൊസിഷൻസ് ഇൻ ദ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതും തെറ്റാണ്. 1949 അംഗമായില്ലേ? യെസ്, തീർച്ചയായിട്ടും. അപ്പോൾ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ശരി തന്നെയാണോ നമുക്കൊന്ന് നോക്കാം. ശരി തന്നെയാണോ നോക്കാം അല്ലേ? യെസ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. ഹി വാസ് എ ഫൗണ്ടിങ് മെമ്പർ ഓഫ് ദ കേരള കോൺഗ്രസ് ഇൻ 1964 അല്ലേ? അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത്, which of the following statements is not true about Mannat Padmanabhan's role in temple entry movements? ശ്രദ്ധിച്ചേ, ചോദ്യം നോട്ട് ട്രൂ എന്ന് വെച്ചാൽ ഫോൾസ്. വീണ്ടും നമ്മൾ അതൊന്നുകൂടെ മാർക്ക് ചെയ്ത് എപ്പോഴാണ് ചോദ്യം ഫേസ് ചെയ്യാവും കേട്ടോ. അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, നമുക്ക് മറ്റേ കൺഫ്യൂഷൻസ് ഒഴിവാക്കും. നോട്ട് ട്രൂ എന്ന് പറഞ്ഞാൽ ഫോൾസ് ആണ് അല്ലേ? ശരി. അപ്പോൾ ഓപ്ഷൻ എ, ഹി ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഗുരുവായൂർ സത്യാഗ്രഹ 1931 to 32. ശരിയോ തെറ്റോ? ശരിയാണ്. സത്യാഗ്രഹ കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നു അല്ലേ? ഹി ഓർഗനൈസ്ഡ് ദ സവർണ ജാഥ ഡ്യൂറിംഗ് ദ വൈക്കം സത്യാഗ്രഹ. ശരിയാണ്. ഹി വാസ് എഗെയിൻസ്റ്റ് ടെമ്പിൾ എൻട്രി റിഫോംസ് ആൻഡ് കാസ്റ്റ് ബേസ്ഡ് ഇക്വാലിറ്റി. എഗെയിൻസ്റ്റ് ആയിരുന്നോ? തെറ്റ്. ഹി വാസ് ദ പ്രസിഡന്റ് ഓഫ് ദ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി. ശരിയാണ്. അപ്പം നിങ്ങളൊന്ന് നോക്കൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു, ഒറ്റ ഒരെണ്ണേ ഉള്ളൂ, ഓപ്ഷൻ സി. ഉത്തരം നോക്കാം, ഓപ്ഷൻ സി തന്നെയാണ്. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, ഓപ്ഷൻ സി. അപ്പോൾ ഉത്തരങ്ങളിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് യെസ്, ഇങ്ങനെ തന്നെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക കേട്ടോ. ചോദ്യം ഫേസ് ചെയ്യുന്നത് തന്നെ അതിൻ്റെതായ രീതി ഉണ്ട്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ നായർ സർവീസ് സൊസൈറ്റി ഈസ് ഫോൾസ്? ഫോൾസ് ആയിട്ടുള്ളതാണ് കണ്ടെത്താൻ പറഞ്ഞേക്കുന്നത്. നമ്മൾ ഒന്ന് റൗണ്ട് ചെയ്തു. ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത്? NSSുമായി ബന്ധപ്പെട്ട് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത്? ഓപ്ഷൻ എ, ദ ഫസ്റ്റ് NSS കരയോഗം വാസ് സ്റ്റാർട്ടഡ് ഇൻ തട്ടയിൽ, പത്തനംതിട്ട. ശരിയല്ലേ? തീർച്ചയായിട്ടും ശരിയാണ്. സർവീസ് വാസ് ദ ജേർണൽ പബ്ലിഷ്ഡ് ബൈ NSS ഫ്രം 1920 ഓൺവേർഡ്സ്. തീർച്ചയായിട്ടും ശരിയാണ്. The name Nair Service Society was first suggested by K. Kannan Nair. കപ്പന കണ്ണൻ നായരാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് സജസ്റ്റ് ചെയ്തത്. തെറ്റല്ലേ? ആരാ സജസ്റ്റ് ചെയ്തത്? കെ പരമപിള്ള. അദ്ദേഹം എന്ത് പേരാ സജസ്റ്റ് ചെയ്തത്? യെസ്, തീർച്ചയായിട്ടും കൊടുത്തിരിക്കുക, നായർ ഭൃത്യജന സംഘം എന്നായിരുന്നു. അപ്പോൾ ദ ഒറിജിനൽ നെയിം ഓഫ് NSS വാസ് നായർ ഭൃത്യജന സംഘം. ശരിയാണ്. അത് പിന്നീട് NSS എന്ന പേരിലേക്ക് വന്നത് യെസ്, ആരാ സജസ്റ്റ് ചെയ്ത? കെ പരമപിള്ളയാണ് അത് സജസ്റ്റ് ചെയ്തത്. കെ പരമപിള്ള. അപ്പോൾ പറഞ്ഞേ, ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ സി ആണ്. ഇതേ നമ്മൾ കൊടുക്കുന്നു, ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? വെരി ഗുഡ്. യെസ്. അടുത്തത്, വിച്ച് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് മന്നത്ത് പത്മനാഭൻസ് റോൾ ഇൻ കേരള സോഷ്യൽ മൂവ്മെന്റ്സ്? താഴത്തെ സ്റ്റേറ്റ്മെന്റുകളിൽ കൃത്യമായിട്ട് കറക്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. മന്നത്ത് പത്മനാഭന്റെ ഏതിലെ റോൾ? കേരള സോഷ്യൽ മൂവ്മെന്റ്സ്, കേരളത്തിലെ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുന്നേറ്റങ്ങളുമായി ബന്ധപ്പെട്ട് മന്നത്ത് പത്മനാഭന്റെ പ്രധാനപ്പെട്ട റോൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ശരിയായിട്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇതിലേതാണ്? നമ്പർ 1, ഹി വാസ് ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ദ അബോളിഷൻ ഓഫ് താലികെട്ട് കല്യാണ സിസ്റ്റം. ആക്റ്റീവ്ലി ഇൻവോൾവ് ആയിരുന്നോ? 1, ഹി വാസ് അഗെയിൻസ്റ്റ് എനി റിഫോംസ് ഇൻ ദ നായർ കമ്മ്യൂണിറ്റീസ് ഇൻഹെറിറ്റൻസ് സിസ്റ്റം. ഹി വാസ് അഗെയിൻസ്റ്റ് എനി റിഫോംസ് എന്നാണ് പറയുന്നത്. ശരിയാണോ? ഹി ഒപ്പോസ്ഡ് ദ വിമോചന സമരം ആൻഡ് സപ്പോർട്ടഡ് ദ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്. ആണോ? ഹി റെഫ്യൂസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ആൻറ്റി അൺടച്ചബിലിറ്റി അജിറ്റേഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് തെറ്റ്, ഇത് തെറ്റ്, ഇത് തെറ്റ്. സ്റ്റേറ്റ്മെന്റ് എ ആണ് ശരിയായ ഉത്തരം. സ്റ്റേറ്റ്മെന്റ് എ ഇല്ലേ? അങ്ങനെ കണ്ടെത്തിക്കൂടെ? നമുക്ക് തീർച്ചയായിട്ടും കണ്ടെത്താം അല്ലേ? യെസ്. അടുത്തത്, which of the following statements is incorrect? Incorrect എന്ന് വെച്ചാൽ false. Regarding മന്നത്ത് പത്മനാഭൻസ് ലീഡർഷിപ്പ് ഇൻ റിലീജിയസ് ആൻഡ് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുമായി ബന്ധപ്പെട്ടുള്ള താഴത്തുനിന്നിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, ഹി വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദ ട്രാവൻകൂർ ദേവസ്വം ബോർഡ്. ശരിയോ തെറ്റോ? ഹി വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദ ട്രാവൻകൂർ ദേവസ്വം ബോർഡ്. ശരിയായ വസ്തുത. ഹി കോ ഫൗണ്ടഡ് ദ ഹിന്ദു മഹാമണ്ഡലം വിത്ത് ആർ ശങ്കർ. അങ്ങനെ നമ്മൾ പഠിച്ചോ? ഹി കോ ഫൗണ്ടഡ് ദ ഹിന്ദു മഹാമണ്ഡലം വിത്ത് ആർ ശങ്കർ. പഠിച്ചോ? യെസ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു പോയിന്റ് കൂടി നിങ്ങൾ പഠിക്കുക. അതൊരു പ്രധാനപ്പെട്ട ഇവന്റ് ആണ് കേട്ടോ. ആർ ശങ്കറുമായി ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം സ്ഥാപിച്ച വ്യക്തികളിൽ ഒരാളാണ്. പക്ഷേ ഈ ഒരു പോയിന്റ് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇവിടെ പ്രധാനി ആരാണ്? ആർ ശങ്കറാണ്.
അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം അതൊരു അഡീഷണൽ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുക. ആർ ശങ്കറുമായിട്ട് ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം സ്ഥാപിച്ചത് ആര് തന്നെയാണ്? യെസ്, മന്നത്ത് പത്മനാഭനാണ്. പക്ഷെ അവിടെ പ്രധാനി ആർ ശങ്കർ ആയിരുന്നു കേട്ടോ. ഹി വാസ് ആൻ അഡ്വക്കേറ്റ് ഫോർ കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ. ആണോ? ഒരിക്കലും അദ്ദേഹം ജാതി വിവേചനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയല്ല. സോ ഹി പ്ലേഡ് എ കീ റോൾ ഇൻ റീവൈറ്റലൈസിംഗ് ടെമ്പിൾ അഡ്മിനിസ്ട്രേഷൻ ഇൻ ട്രാവൻകൂർ. പ്രത്യേകം ഓർത്തിരിക്കുക, ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ നവീകരിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. ഏത് ബോർഡിലൂടെ? ട്രാവൻകൂർ ദേവസ്വം ബോർഡിലൂടെ. അപ്പോൾ ശരിയല്ലേ? ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, അപ്പോൾ ചിലർക്ക് ഈ ഹിന്ദു മഹാമണ്ഡലം ഈ പറയുന്ന പോലെ തന്നെ സ്ഥാപിച്ചത് അറിയില്ല എന്ന് തന്നെ ഇരിക്കുക. ഇതല്ല ഇതുമായി ബന്ധപ്പെട്ട വേറൊരു പോയിന്റ് തന്നെയാണെന്ന് തന്നോട്ടെ, അങ്ങനെ തന്നിരിക്കട്ടെ. ഇതിൽ ഏറ്റവും നെഗറ്റീവായിട്ടുള്ളതല്ലേ ഫോൾസ് ഉത്തരവായിട്ട് എടുക്കേണ്ടത്? ആണെന്നോ അല്ലെന്നോ? ആണ്. അങ്ങനെ നോക്കിയാൽ ജാതി വിവേചനത്തിനെതിരെ പോരാടി ആ മനുഷ്യനെ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന അദ്ദേഹം ജാതി വിവേചനത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരാളായിരുന്നതാണ്. അങ്ങനെയാണോ? അപ്പോൾ ഏറ്റവും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ അല്ലേ? ക്ലിയർ? യെസ്. സോ സി ആണോ ശരിയെന്ന് നമുക്ക് നോക്കാം. അതെ, തീർച്ചയായിട്ടും കൊടുത്തിരിക്കുക ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, വാട്ട് വാസ് ദ ഇമ്പാക്ട് ഓഫ് മന്നത്ത് പത്മനാഭൻസ് മുതുകുളം സ്പീച്ച് ഇൻ 1947? അദ്ദേഹത്തിൻ്റെ മുതുകുളം സ്പീച്ച് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ എന്താണ്? യെസ്, ഇഫക്റ്റ് എന്തായിരുന്നു, ഇമ്പാക്റ്റ് എന്തായിരുന്നു എന്നുള്ളതാണ്. യെസ്, പ്രത്യേകം ഓർത്തിരിക്കുക. ഇറ്റ് ലെഡ് ടു ഹിസ് ഇംപ്രിസൺമെന്റ് ഫോർ ആൻറ്റി ബ്രിട്ടീഷ് ആക്ടിവിറ്റീസ്. ഓപ്ഷൻ ബി, ഇറ്റ് വാസ് എ കോൾ ഫോർ ടെമ്പിൾ എൻട്രി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് റിഫോംസ്. ഇറ്റ് പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ വിമോചന സമരം. ഇറ്റ് ഒപ്പോസ്ഡ് ദ ട്രാവൻകൂർ കൊച്ചിൻ മേജർ. ട്രാവൻകൂർ കൊച്ചിൻ മേജർ നടക്കുന്ന 1949-ലാണ് ഇല്ലേ? വിമോചന സമരം നടക്കുന്ന 1959-ലാണ്. അദ്ദേഹത്തെ ബ്രിട്ടീഷർ അറസ്റ്റ് ചെയ്ത 1947-ലാണ്. അതുപോലെ ടെമ്പിൾ എൻട്രി ആൻഡ് സോഷ്യൽ ജസ്റ്റിസുമായി ബന്ധപ്പെട്ട് മുതുകുളം സ്പീച്ച് ഈ പറയുന്ന പോലെ അദ്ദേഹം നടത്തുന്നത് 1947-ലാണ്. അപ്പോൾ രണ്ടെണ്ണം ഞാൻ ഒഴിവാക്കി തന്നിട്ടുണ്ട്. ബാക്കി രണ്ടെണ്ണം ഏതായിരിക്കും? അപ്പോൾ മുതുകുളം സ്പീച്ച് എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് അറിയാവുന്നവർക്ക് ഉത്തരം കൃത്യമായിട്ട് എഴുതും. ഉത്തരം എന്ത് തന്നെ? യെസ്, ഇറ്റ് വാസ് എ കോൾ ഫോർ ടെമ്പിൾ എൻട്രി ആൻഡ് സോഷ്യൽ റിഫോംസ്. ഞാൻ ഉത്തരത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന രീതികൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ അല്ലേ? മാക്സിമം അറിയാവുന്ന പോയിന്റ്സ് കണക്ട് ചെയ്ത് ആ ഉത്തരത്തിലേക്ക് വരിക. സോ ഇറ്റ് വാസ് എ കോൾ ഫോർ ടെമ്പിൾ എൻട്രി ആൻഡ് യെസ് സോഷ്യൽ ജസ്റ്റിസ് റിഫോംസ്. അപ്പം മുതുകുളം സ്പീച്ചിലൂടെ അദ്ദേഹം ക്ഷേത്രപ്രവേശനത്തിനും സാമൂഹിക നീതിക്കും വേണ്ടിയിട്ടുള്ള പ്രസംഗമാണ് നടത്തിയത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ വർക്ക് ഓതേർഡ് ബൈ മന്നത്ത് പത്മനാഭൻ? നോട്ട് എ വർക്ക്. ഓപ്ഷൻ എ സ്നേഹലത. ഓപ്ഷൻ ബി ഞങ്ങളുടെ FMS യാത്ര. ഓപ്ഷൻ സി അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. ഓപ്ഷൻ ഡി എൻ്റെ ജീവിത സ്മരണകൾ. ഉത്തരം അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. ഓപ്ഷൻ സി ആണ് അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈറ്റിൽസ് വാസ് നോട്ട് ഗിവൺ ടു മന്നത്ത് പത്മനാഭൻ? മന്നത്ത് പത്മനാഭനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ലാത്ത ടൈറ്റിൽ ഏതാണ്? ഓപ്ഷൻ എ ഭാരത് കേസരി. ഓപ്ഷൻ ബി മദൻ മോഹൻ മാളവ്യ ഓഫ് കേരള. ഓപ്ഷൻ സി ഫാദർ ഓഫ് കേരള റിനൈസൻസ്. ഓപ്ഷൻ ഡി പത്മഭൂഷൺ അവാർഡി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിൽ ഏതൊക്കെ ടൈറ്റിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളത്. യെസ്, വളരെ ലളിതം. ഓപ്ഷൻ സി ഫാദർ ഓഫ് കേരള റിനൈസൻസ്. ഫാദർ ഓഫ് കേരള റിനൈസൻസ് എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ്? ശ്രീനാരായണ ഗുരു തന്നെയാണ്. അതിലൊരു മാറ്റവുമില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇവൻറ്റ്സ് വാസ് മന്നത്ത് പത്മനാഭൻ നോട്ട് അസോസിയേറ്റഡ് വിത്ത്? അദ്ദേഹവുമായിട്ട് ബന്ധമില്ലാത്ത ഏതാണ് ഇവന്റ് എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. അദ്ദേഹമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത. ഓപ്ഷൻ എ വിമോചന സമരം. ഓപ്ഷൻ ബി മലബാർ റെബല്യൺ ഓഫ് 1921. ഓപ്ഷൻ സി വൈക്കം സത്യാഗ്രഹ. ഓപ്ഷൻ ഡി ഗുരുവായൂർ സത്യാഗ്രഹ. ഉത്തരം ഓപ്ഷൻ ബി മലബാർ റെബല്യൺ ഓഫ് 1921. തീർച്ചയായിട്ടും അദ്ദേഹം നേരിട്ട് ബന്ധപ്പെടാത്ത ഒരു ഇവന്റ് ആണ്. ഓക്കെ അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് മന്നത്ത് പത്മനാഭൻ സോഷ്യൽ ആക്ടിവിറ്റീസ് ഇസ് ട്രൂ? ട്രൂ ആണ്. ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട ട്രൂ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ എ, ഹി പ്ലേഡ് എ കീ റോൾ ഇൻ ദ ഇനാക്ട്മെന്റ് ഓഫ് നായർ റെഗുലേഷൻ ആക്ട്. ശരിയല്ലേ? ശരിയാണ്. ഹി വാസ് എ സ്ട്രോങ് അഡ്വക്കേറ്റ് ഓഫ് മാട്രിലീനിയൽ ഇൻഹെറിറ്റൻസ്. മരുമക്കത്തായത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അദ്ദേഹം? അല്ല, എതിർത്തിരുന്ന ആളാണ്. ഹി ഒപ്പോസ്ഡ് വിഡോ റീമാരേജ്. വിധവകളുടെ പുനർവിവാഹം ഇദ്ദേഹം എതിർത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരിക്കലുമില്ല. ഹി നെവർ ഹെൽഡ് എനി ഗവൺമെന്റ് പൊസിഷൻസ്. ആണോ? തീർച്ചയായിട്ടും അല്ല. ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലൊക്കെ അംഗമായിരുന്നില്ലേ? തീർച്ചയായിട്ടും കൊടുത്തിരിക്കുക. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ട്രൂ ആയിട്ടുള്ള ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് എവിടെ ഉള്ളൂ? ഓപ്ഷൻ എ ആണ്. ശരി തന്നെയാണോ നോക്കാം. ഓപ്ഷൻ എ ശരി തന്നെയാണ്. യെസ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ട്സ് അബൌട്ട് മന്നത്ത് പത്മനാഭൻസ് ഡെത്ത് ഇസ് ഫാൾസ്? ഫോൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഡെത്ത് റിലേറ്റഡ് ഫാക്റ്റുകളിൽ തെറ്റായത് ഫോൾസ്. ഹി പാസ്ഡ് അവേ ഓൺ 25th February 1970. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിയാണ്. ഫോൾസ് ആണ് നമുക്ക് വേണ്ടത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്.
ഹിസ് സമാധി ഈസ് ലൊക്കേറ്റഡ് അറ്റ് NSS ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ പെരുന്ന. ശരിയല്ലേ? തീർച്ചയായിട്ടും ശരിയാണ്. ദ ഇന്ത്യൻ ഗവൺമെന്റ് ഓണേർഡ് ഹിം വിത്ത് എ പോസ്റ്റൽ സ്റ്റാമ്പ് ഇൻ 1989. ശരിയല്ലേ? തീർച്ചയായിട്ടും ശരിയാണ്. ഹിസ് ബർത്ത്ഡേ മന്നം ജയന്തി വാസ് ഡിക്ലെയർഡ് എ പബ്ലിക് ഹോളിഡേ ഇൻ 2019. ശരിയാണോ? തെറ്റല്ലേ? 2014 യെസ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക കേട്ടോ. 2019 അവിടെ തന്നിരുന്നത്, അതുകൊണ്ട് ഇത് തെറ്റാണ്. അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഡി ആണ്. ശരിയാണെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ശരിയാണ്. ഓക്കെ അല്ലേ? ഗുഡ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് മന്നത്ത് പത്മനാഭൻസ് പൊളിറ്റിക്കൽ സ്റ്റാൻസ്? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാണ് എന്നതാണ് ചോദ്യം. ഹി സപ്പോർട്ടഡ് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ത്രൂ ഔട്ട് ഹിസ് കരിയർ. ആണോ? ഒരിക്കലുമില്ല. ഹി പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ ഡൗൺഫോൾ ഓഫ് ദ ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇൻ കേരള. തീർച്ചയായിട്ടും ശരിയാണ്. ഹി വാസ് ഓൾവേസ് ഒപ്പോസ്ഡ് ടു ലാൻഡ് റിഫോംസ് ഇൻ കേരള. തെറ്റാണ്. ഭൂപരിഷ്കരണത്തിനൊന്നും അദ്ദേഹം എതിരായിരുന്നില്ല. ഹി നെവർ എൻറ്റേർഡ് പൊളിറ്റിക്സ് ആൻഡ് ഫോക്കസ്ഡ് ഓൺലി ഓൺ സോഷ്യൽ റിഫോംസ്. അതും തെറ്റാണ്. അദ്ദേഹം പൊളിറ്റിക്സിൽ എൻ്റർ ചെയ്തിരുന്നില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ്ലി ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്? ഓപ്ഷൻ ബി ആണ് ഒരേ ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ ഉത്തരം അത് തന്നെയാണ്. ഹി പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ ഡൗൺഫോൾ ഓഫ് ദ ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇൻ കേരള. ഡേറ്റ് 1959 ജൂലൈ 31 അല്ലേ? അടുത്ത സ്റ്റേറ്റ്മെന്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് മന്നത്ത് പത്മനാഭൻസ് റോൾ ഇൻ കേരളാസ് ഹിസ്റ്ററി ഇസ് ഫാൾസ്? കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള മന്നത്ത് പത്മനാഭന്റെ റോള് പരിശോധിച്ചാൽ അതിൽ ഫാൾസ് ആയിട്ടുള്ളത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഹി ഹെൽപ്ഡ് ഇൻ ഫോമിംഗ് ദ കേരള കോൺഗ്രസ്, ദ ഫസ്റ്റ് റീജിയണൽ പാർട്ടി ഇൻ കേരള. ശരിയല്ലേ? യെസ്. അടുത്തത്, ഹി പ്ലേഡ് എ വൈറ്റൽ റോൾ ഇൻ പ്രൊമോട്ടിംഗ് എഡ്യൂക്കേഷൻ എമംഗ് ദ നായർ കമ്മ്യൂണിറ്റി. ശരിയാണ്. ഹി വാസ് എ സ്ട്രോങ് ക്രിറ്റിക് ഓഫ് മഹാത്മാഗാന്ധി ആൻഡ് ഹിസ് പോളിസീസ്. മഹാത്മാഗാന്ധിയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെയും സ്ഥിരമായി വിമർശിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അങ്ങനെയാണോ? ആര് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം സവർണജാഥ നടത്തിയത്? മഹാത്മാഗാന്ധി പറഞ്ഞിട്ടാ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നടത്തുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഓർത്തിരിക്കുക, ഇദ്ദേഹം ഈ പറഞ്ഞ പോയിന്റ് തെറ്റാണ്. അദ്ദേഹം ഒരു സ്ട്രോങ് ക്രിറ്റിക് ഒന്നും ആയിരുന്നില്ല. അദ്ദേഹം ഫോളോവർ ആയിരുന്നു ഗാന്ധിജിയുടെ. ഹി ലെഡ് വേരിയസ് സോഷ്യൽ മൂവ്മെന്റ്സ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ഉത്തരം ശരി തന്നെയാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, ഇതിൽ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ്. നമുക്ക് നോക്കാം. അതെ, തീർച്ചയായിട്ടും ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് മന്നത്ത് പത്മനാഭൻ? നോട്ട് എ മേജർ കോൺട്രിബ്യൂഷൻ ആണ്. നോട്ട് എ മേജർ കോൺട്രിബ്യൂഷൻ. ഓപ്ഷൻ എ, ഫോർമേഷൻ ഓഫ് NSS ആൻഡ് റീസ്ട്രക്ചറിങ് കരയോഗംസ്. ചെയ്തിട്ടുണ്ട്. ലീഡിംഗ് ദ വിമോചന സമരം ഇൻ കേരള അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഫൗണ്ടിങ് ദ ഈഴവ മഹാജനസഭ. ഒരിക്കലുമില്ല. ഓപ്പണിംഗ് ഹിസ് ഫാമിലി ടെമ്പിൾ ടു പീപ്പിൾ ഓഫ് ഓൾ കാസ്റ്റസ്. ഇല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ചേ. അപ്പോൾ നോട്ട് എ മേജർ കോൺട്രിബ്യൂഷൻ ആണ്. അങ്ങനെ നോക്കിയാൽ ഓപ്ഷൻ സി ആണ് നോട്ട് എ മേജർ കോൺട്രിബ്യൂഷൻ ആയിട്ട് കാണുന്നത്. ഉത്തരം അത് തന്നെയാണ്, ഓപ്ഷൻ സി. അങ്ങനെ നമ്മൾ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസിലേക്ക് വന്നിരിക്കുകയാണ്. അസേർഷനും റീസണും ശരിയാണോ നോക്കുക. പിന്നെ അസേർഷൻ്റെ യഥാർത്ഥ എക്സ്പ്ലനേഷൻ തന്നെയാണോ റീസൺ ആയിട്ട് നൽകിയിരിക്കുന്നത് നമുക്ക് നോക്കുക. ഓക്കെ അല്ലേ? റെഡി അല്ലേ? യെസ്. ആദ്യത്തെ അസേർഷൻസിലേക്ക് കടക്കാം. മന്നത്ത് പത്മനാഭൻ പ്ലേഡ് എ കീ റോൾ ഇൻ ദ വിമോചന സമരം ഓർ ലിബറേഷൻ സ്ട്രഗിൾ ഓഫ് 1959. ശരിയാണോ? തീർച്ചയായിട്ടും ശരിയാണ്. റീസൺ, he opposed the communist-led government's educational and agrarian reforms, believing they were against the interests of Nayar community. ശരിയോ തെറ്റോ? തീർച്ചയായിട്ടും ശരിയാണ് അല്ലേ? തീർച്ചയായിട്ടും ശരിയാണ്. സോ ഓപ്ഷൻ എ, ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. കറക്റ്റ് അല്ലേ? തീർച്ചയായിട്ടും കറക്റ്റാണ്. അടുത്ത അസേർഷൻ, Mannathu Padmanabhan was awarded the Padma Bhushan by the government of India in 1966. ശരിയോ തെറ്റോ? തീർച്ചയായിട്ടും ശരിയാണ്. 1966 പത്മഭൂഷൺ കൊടുത്തു. He was honored for his contributions to the socio-political development of Kerala, particularly in uniting Hindu and leading social reform movements. ശരിയോ തെറ്റോ? തീർച്ചയായിട്ടും ശരിയാണ്. അത് തന്നെയാണ് കൃത്യമായ എക്സ്പ്ലനേഷനും. അപ്പോൾ എന്ത് തന്നെയാണ് ഉത്തരം? Both A and R are true and R is the correct explanation of A. ശരിയല്ലേ? തീർച്ചയായിട്ടും ശരിയാണ്. അടുത്ത ചോദ്യം, മന്നത്ത് പത്മനാഭൻ സ്ട്രോങ്ലി ഒപ്പോസ് ദ മലബാർ റെബല്യൺ ഓഫ് 1921. അദ്ദേഹം സ്ട്രോങ്ലി ഒപ്പോസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. He believed that the rebellion was purely an anti-landlord uprising with no communal motivations.
അത് തെറ്റാണ്. ഈ മലബാർ റെബല്യൻ അനാവശ്യമായിരുന്നു എന്നുള്ള സെൻസിൽ അദ്ദേഹം പലപ്പോഴും പല പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ. പക്ഷേ ഒരിക്കലും അതൊരു ലാൻഡ് ലോഡ് അപ്രൈസിങ് മാത്രമായിട്ട് കണ്ടിരുന്നില്ല. അപ്പോൾ എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ എ ഈസ് ട്രൂ ആൻഡ് ആർ ഇസ് ഫോൾസ് ആണ്. നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എ ഈസ് ട്രൂ ബട്ട് ആർ ഇസ് ഫോൾസ്. അടുത്ത അസേഷൻ, ദ നായർ സർവീസ് സൊസൈറ്റി ഫൗണ്ടഡ് ബൈ മന്നത്ത് പത്മനാഭൻ വാസ് ഇനിഷ്യലി നെയ്മഡ് നായർ ഭൃത്യജന സംഘം. ഇനിഷ്യലി എന്ത് പേരായിരുന്നു? നായർ ഭൃത്യജന സംഘം എന്ന് തന്നെയായിരുന്നു പേര്. റീസൺ, ദ ഓർഗനൈസേഷൻ വാസ് പ്രൈമർലി എയിംഡ് അറ്റ് പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ ഓഫ് ദ നായർ കമ്മ്യൂണിറ്റി അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ. ആണെന്നോ അല്ലെന്നോ? തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. തെറ്റാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓർഗനൈസേഷൻ പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാരുടെ ഈ നായർ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള മൂവ്മെൻറ്റ്സിനല്ലായിരുന്നു, പ്രധാനമായിട്ടും ട്രാവൻകൂറിലെ ഒരു മൂവ്മെൻറ്റിനെതിരായിരുന്നു. ഓക്കെ അല്ലേ? സോ അപ്പോൾ എ ശരിയാണ്, പക്ഷേ ആറ് തെറ്റാണ്. ഉത്തരം സി. മന്നത്ത് പത്മനാഭൻ വാസ് നോൺ ആസ് ദ മദൻ മോഹൻ മാളവ്യ ഓഫ് കേരള. ശരിയല്ലേ? തീർച്ചയായിട്ടും ശരിയാണ്. റീസൺ, ലൈക്ക് മാളവ്യ ഹീ പ്ലേഡ് എ കീ റോൾ ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ടെമ്പിളൻട്രി റിഫോംസ് ഓഫ് ദ അപ്ലിപ്മെന്റ് ഓഫ് ഹിസ് കമ്മ്യൂണിറ്റി. എന്തുകൊണ്ട് മദൻ മോഹൻ മാളവ്യ എന്ന് വിളിക്കപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഹയർ എഡ്യൂക്കേഷൻ, അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും ടെമ്പിൾ എൻട്രിക്ക് വേണ്ടിയിട്ടും അദ്ദേഹം എന്ത് ചെയ്യുന്നു? മദൻ മോഹൻ മാളവ്യയെ പോലെ തന്നെ പോരാടി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് ശരിയായ റീസൺ തന്നെയാണ്. അപ്പോൾ എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. തീർച്ചയായിട്ടും. ആരാ വിളിച്ചത് മദൻ മോഹൻ മാളവ്യ എന്ന? സർദാർ KM പണിക്കറാണ് മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ ഓഫ് കേരള എന്ന് വിളിച്ചത്, അല്ലേ? തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട MCQs നിങ്ങൾ കൂടുതൽ പ്രയോജനം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, ഡൗട്ടുകളുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മറ്റൊരു നവോത്ഥാന നായകനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.